അതുകൊണ്ട് നമ്മുടെ കടമ, ജനാധിപത്യത്തിന്റെ കടമ, നമ്മുടെ നാടിന്റെ കടമ, കേരളത്തിലെ കുടിലൂട്ട് കൊട്ടാരം വരെയുള്ള ഓരോ ഗൃഹനാഥന്മാരുടെയും കുടുംബങ്ങളുടെയും കടമ, വിദ്യാർത്ഥികളുടെ കടമ, യുവാക്കളുടെ കടമ നമുക്ക് അവകാശപ്പെട്ട് നമുക്ക് കിട്ടണം. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോട് കാണിച്ച അവഗണനയ്ക്കെതിരെ CPIM കുന്നമംഗലം ഏരിയ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ നടത്തി. കൂളിമാട് അങ്ങാടിയിൽ നടന്ന പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ജാഥ ക്യാപ്റ്റൻ P ഷൈബുവിന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ജാഥ ക്യാപ്റ്റനെ സ്വാഗത സംഘത്തിന് വേണ്ടി TV ബഷീർ ഹാരമണിയിച്ചു. ജാഥ ക്യാപ്റ്റന് പുറമെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേമനാഥ്, E വിനോദ് കുമാർ, V സുന്ദരൻ, TK മുരളീധരൻ, അഡ്വക്കേറ്റ് PT റഹീം MLA എന്നിവരും സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P പ്രഭാസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഷാഹുൽ ഹമീദ് സ്വാഗതവും TV ബഷീർ നന്ദിയും പറഞ്ഞു. തൊഴിൽ നികുതി എല്ലാം വാങ്ങുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. അതേ അവസരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വിധിക്കുന്ന ഒരുപാട് നികുതിയുണ്ട്, നമ്മളറിയാത്ത പരോക്ഷ നികുതികൾ. 4 മാർഗത്തിലാണ് കേന്ദ്ര സർക്കാരിന് വരുമാനം കിട്ടുന്നത്. ഒന്ന് ഇൻകം ടാക്സ് ആണ്. അത് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തുകാരും കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം, നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്കുള്ള എക്സൈസ് ഡ്യൂട്ടിയാണ്. ഒരു മുട്ടുസൂചി കമ്പനിക്ക് പുറത്തു വരണമെങ്കിൽ അതിന് എക്സൈസ് ഡ്യൂട്ടി ഉൾപ്പെടെയാണ് അതിൻ്റെ വില. അതിന് വില എന്ന് നികുതി എന്ന് പറഞ്ഞിട്ട് വേറൊന്നുമില്ല, എക്സൈസ് ഡ്യൂട്ടി ആ വിലയിൽ ഉൾപ്പെടുന്നതാണ്. ഒരു കാറ് വാങ്ങിയാൽ, ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിയാൽ, ഏതൊരു കമ്പനിയിൽ നിന്നുള്ള ഒരു സാധനം വാങ്ങിയാലും അതിൻ്റെ വിലയുടെ ഉദ്ദേശം 30-40% എക്സൈസ് ഡ്യൂട്ടിയാണ്. അത് വാങ്ങുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. രണ്ടാമത്തത് കയറ്റുമതി തീരുവയാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് ഏതൊരു സാധനം പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോയാലും കയറ്റി അയച്ചാലും അതിന് നികുതി വാങ്ങുന്നത് കേന്ദ്ര സർക്കാരാണ്. പുറത്തുനിന്നൊരു സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും. നമ്മളൊക്കെ തന്നെ കണക്കിലധികം സ്വർണം എന്ത് കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിലും അതിൻ്റെ നികുതി വാങ്ങുന്നത്, ഇമ്പോർട്ട് ഡ്യൂട്ടി വാങ്ങുന്നതും കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി, അതുപോലെ തന്നെ ഇൻകം ടാക്സ്, ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. പിന്നെ GST വേറെ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരള ഗവൺമെൻറ്റിന് പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ കുറേ നികുതി തദ്ദേശ സ്വയംഭരണ വാങ്ങുന്നു. ഏറ്റവും വലിയ അളവിൽ നികുതി വാങ്ങുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഭരണഘടന അനുസരിച്ച് അതിൻ്റെ ഇത്ര ശതമാനം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം എന്നാണ് വ്യവസ്ഥയുള്ളത്. അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. അത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ കേരളത്തിന് നൽകുന്നില്ല. ജനസംഖ്യ അടിസ്ഥാനത്തിലൊക്കെയാണ് അത് വീതിക്കേണ്ടത് എന്ന് ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കർണാടകക്കും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നത് പോലെ നമുക്ക് തരുന്നില്ല. നമുക്ക് 1% അടുത്താണ് നമുക്ക് അതിൻ്റെ വിഹിതം ഇപ്പോൾ കിട്ടുന്നത്. നമുക്ക് നൽകേണ്ടത് അതല്ല. അതിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 390 രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും 100 രൂപ മുതൽ ലഭ്യമാണ്. 399 രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും 99 രൂപ മുതൽ ലഭ്യമാണ്. 299 രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും 149 രൂപ മാത്രം. നവംബർ 18 മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ 10% മുതൽ 50% വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ്. വെൽക്കം ടു കൈരളി സിൽക്സ് മാവൂർ. Kadodi Gold and Diamonds, Mavur, Puvattuparambur.